ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജതിലുവി റൈസ് ടെറസാണ്. ബാലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാലിയിലെ ട്രഡീഷണൽ ഗേറ്റ് കടന്ന് ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. റോഡിൻ്റെ ഒരു വശത്ത് തട്ടുതട്ടായിട്ടുള്ള പാടശേഖരങ്ങളും മറുവശത്തായിട്ട് ഇതിനെ അഭിമുഖീകരിച്ച റെസ്റ്റോറൻറ്റുകൾ, കഫേകളൊക്കെ നമുക്ക് കാണാം. നല്ല വൃത്തിയായിട്ടും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം. നമ്മൾ പാർക്കിംഗ് ചെയ്ത ശേഷം ഈ ഒരു പാടശേഖരങ്ങളിൽ കൂടെ നമുക്ക് നടക്കാം. ഈ ഒരു ജതിലുവി എന്ന വാക്ക് ജടായു, രാമായണത്തിലെ ജടായുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ജടായു മരിച്ചു കിടക്കുന്ന സ്ഥലം എന്നതാണ് ഈ ഒരു വാക്ക് ഉണ്ടായത്. അത് പിന്നെ ലോപിച്ചിട്ടാണ് ജതിലുവി എന്ന വാക്കായി മാറിയത്. യുനെസ്കോ ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിനെയും ഈ ഒരു പാടശേഖരത്തെയും. ഈ പാടശേഖരത്തിലൂടെ നടക്കുന്ന സമയത്ത് സുവനീർ ഷോപ്പുകളിൽ നമുക്ക് തൊപ്പികളും അതുകൂടാതെ പലതരം റൈസും കാണാം. ജതിലുവി റൈസ് എന്നത് ഒരു നമ്മളെ നാട്ടിലെ പാലക്കാടൻ മട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് വളരെയധികം ഫേമസ് ആണ്. ഓരോ പാടശേഖരത്തിലെയും അടുത്ത് തന്നെ ചെറിയൊരു തൊഴുത്തും അതിനോട് അനുബന്ധിച്ച് കാണാം. ഗൈഡ് എങ്ങനെയാണ് ഈ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമായ സുബാക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് ഈ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് വെള്ളം വരുന്നത്, അത് പർവ്വതങ്ങളിലെ അല്ലെങ്കിൽ മലകളിലെ അരുവികളിൽ നിന്നുള്ള അത് കനാലുകളും ഒക്കെ വഴിയാണ് ഈ ഒരു വെള്ളം ഈ ഒരു പാടശേഖരങ്ങളിലേക്ക് എത്തിക്കുന്നതും അത് ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും. പല സ്ഥലങ്ങളിലും ഞാറ് നട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ നിലം ഒരുക്കിയതേ ഉള്ളൂ, ഇനി ഞാറ് നടാനുണ്ട്. നമ്മളെ നാട്ടിലും ഇതേപോലെ പണ്ട് ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അത് പിന്നീട് കവുങ്ങിലേക്കും റബ്ബറിലേക്കും നമ്മളെ കൃഷിയൊക്കെ വഴി മാറിയിട്ടുണ്ട്.